ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ കോലം? അത് ഇന്നലെ ലൈവ് ഇട്ടപ്പോൾ ഒരു കുട്ടി പറഞ്ഞു മഫ്തയൊക്കെ ഇട്ടിട്ടൊരു മഫ്ത ഇടാൻ ചോദിച്ചു. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഇടല്ല, പിന്നെ തനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ വെറുതെ ഇട്ടിട്ടൊന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് സത്യം പറയുന്നത് നല്ല ചൂടെടുത്തിട്ടുണ്ട്. മുന്നേ ഞാൻ ഇടുമായിരുന്നു, ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു ഇടാറ്. പിന്നെ അതൊക്കെ മാറ്റിയതാണ്. ഇത് എത്ര കൊല്ലമായി ഡ്രസ്സൊക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതാണ് ഗൈസ്. ഞാൻ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ ഇട്ട് എൻ്റെ കൈ അതിനുള്ള എൻ്റെ ഉണ്ടാവും. ഇന്ന് ഗൈസ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ചോദിക്കും ഇതേതാ ഷെയ്ഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടായിട്ട് ഇന്നൊരു എൻ്റെ ഒരു ഹോൾ മേക്കപ്പ് സാധനങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അത്ര മേക്കപ്പ് അഡിക്റ്റ് അങ്ങനൊന്നുമല്ല. മേക്കപ്പ് അഡിക്റ്റ് മീൻസ് എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാൽ അങ്ങനെ മേക്കപ്പ് ഇടണേ കൊണ്ട് അങ്ങനെ താല്പര്യം അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനെ. അപ്പം ഞാൻ അതായിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കാണിച്ചാൽ എനിക്ക് അധികം പ്രൊഡക്ട്സ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. അങ്ങനെ പൈസ കളയുന്ന ഒരാളല്ല ഞാൻ. മേക്കപ്പ് പ്രൊഡക്ട്സ് ലിപ്സ്റ്റിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാം. ഞാൻ മുന്നേക്ക് ഹിമാലയ അങ്ങനത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടമുള്ളത് എന്താ അത് ഞാൻ യൂസ് ചെയ്യും. എനിക്ക് കാണുമ്പോൾ കണ്ണി പിടിക്കണം എന്താണെന്ന് യൂസ് ചെയ്യും. ഇപ്പോൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാൻ ടൈമില്ല ഗൈസ്, അതാണ് മെയിൻ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, ബട്ട് ഞാൻ യൂസ് ആക്കാറില്ല, അതാണ് മെയിൻ. ഇതൊരു സമയത്ത് യൂസ് ചെയ്യുന്നു, പ്രഗ്നൻ്റ് ആയപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു, പിന്നെ നിർത്തി ഗൈസ്. കാരണം നമുക്ക് ടൈമില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സോപ്പ് ഉണ്ട്, ആബിയുടെ. അപ്പോൾ ആബിയുടെ സോപ്പാണ് ഞാൻ യൂസ് ആക്കൽ. രാവിലെ എനിക്കിപ്പോൾ ഓർമ്മയിലുണ്ടെങ്കിൽ അതിൽ. പിന്നെ എൻ്റെ മേക്കപ്പ് ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഇതൊരു കുഞ്ഞു സാധനമാണ് എൻ്റെ മേക്കപ്പ് ബാഗ്, അത്ര ആഡംബരമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ ഫസ്റ്റ് നമുക്ക് ടോണറിൽ നിന്ന് തുടങ്ങണം. ഇത് നോർമൽ ഒരു കുപ്പി, ഇതിലേക്ക് റോസ് വാട്ടർ ഞാൻ ഇടാറ്. ഇപ്പം ഇതിനകത്തുള്ളത് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കൊരു കിറ്റ് കിട്ടിയായിരുന്നു, ആയുർവേദ കിറ്റ്. ആദ്യത്തെ സംഭവമാണ് ഞാൻ ഇതിൽ ഇട്ട് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ മുഖത്തിങ്ങനെ സ്പ്രേ ചെയ്യും. പിന്നെ മുടിയിൽ ഇടക്ക് തേക്കുന്ന ഒരു സാധനമാണ്. വല്ലപ്പോഴും അങ്ങനെ തേക്കലൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ബാഗിലത്തെ സാധനങ്ങൾ ആദ്യം കൊട്ടാം. ചെറുതായിട്ട് ഇതുണ്ട്, എനിക്ക് കോൾഡ് ഉണ്ട്, അതിൻ്റെ കുറച്ച് സൗണ്ട് ചേഞ്ച് ഉണ്ട്. നമുക്കിതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് ബാഗിലേക്ക് ഇടാം. സോ അപ്പോൾ അത്ര ബുദ്ധിമുട്ട് വരില്ല. ആം ഐ റൈറ്റ്? ഇതല്ലേ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സിറം എന്ന് പറഞ്ഞെങ്കിൽ 2 സിറമുണ്ട്. ഇതിട്ടിട്ട് ചൂടെടുക്കണമ്പോൾ എന്താ ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഇട്ടതാട്ടെ. അപ്പോൾ ചുമ്മാ റെഡി ആയിട്ടൊന്നുമില്ല. ഇത് സിറം, ഏതൊരു പ്ലമ്മിൻ്റെ സിറവും കുറച്ചായി യൂസ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ സാധനങ്ങൾ പെറുക്കിക്കൊണ്ട് വന്നപ്പോൾ എടുത്തിട്ടുള്ള ഇത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇടും പുറത്തൊക്കെ പോകുമ്പോൾ. മമ്മായത്തിൻ്റെ സിറം. പിന്നെ മോയ്സ്ചറൈസർ വല്ലതും ഇതാണ് മമ്മായത്തിൻ്റെ. ഇത് ഞാൻ പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വെയിലുണ്ടെങ്കിൽ ഇടും, ഇടാറൊന്നുമില്ല സത്യം. പിന്നെ സൺസ്ക്രീൻ തീർന്നത്. ഇതും വേറെ ഓർമ്മയുണ്ട്, സെയിം ഇതന്നെ താഴെ വീഴും, നല്ല സൗണ്ട് ആയിട്ടില്ല, അതാണ്. അപ്പം ഇത് സൺസ്ക്രീൻ ഒരുവിധം വറ്റിച്ച് വെച്ചേക്കണം. ഇനി നമുക്ക് കറക്റ്റ് ഇതിലേക്കൊന്നും വരില്ല, ഇങ്ങനെ എടുത്ത് കാണിക്കാം. പിന്നെ ഇതാണ് യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ടൈപ്പ്. ഞാൻ നോർമലി ഭയങ്കര ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഇതാണ് BB ക്രീം. ഇത് നോർമൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ പോലെ തന്നെ വരും, അത്ര മേക്കപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമുള്ള നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി. പിന്നെ ഇതൊരു സ്റ്റുഡിയോ മസ്കാര. പിന്നെ എൻ്റെ ഉള്ളത്, പിന്നെ ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മസ്കാര. ഇതെനിക്കൊരു കൂട്ടുകാരി എന്നാണ്, വിഷ്ണു, അവൾ എന്നാണ് ഹുദാമോജിയോ. ഇതൊരു നല്ലൊരു മസ്കാരയായിരുന്നു. ഇത് തീർന്നു. അപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചായിരുന്നു, മെബിലൈൻ്റെ മസ്കാര ഇടാറില്ല ഞാൻ ഈ വാങ്ങിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ എൻ്റെ അനിയത്തിമാർക്കായിരിക്കും. മസ്കാര അവന്മാരൊക്കെ ഇടും.
ഞാൻ ചെല്ലുമ്പോൾ കോളേജിലൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഇത് പ്രൈമർ, ഇത് യൂസ് ചെയ്യലില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇത് പ്രോസ്റ്റോപ്പ് ക്രീം, ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ചിക്സിലൊക്കെ എടുക്കണം. പ്രത്യേകിച്ച് മേക്കപ്പ് സാധനമൊന്നുമില്ല. പിന്നെ ഈ സാധനം മുഖത്ത് കിട്ടിക്കൊണ്ട് രണ്ടെണ്ണം ഒന്നെനിക്ക് അനിയത്തിയാണ്. ഇത് ഐഷാഡോ, അറിയാമല്ലോ ഐഷാഡോടെ ഈ മുഖത്ത് ഇങ്ങനെ ക്രാക്കർസാണ്. അതിൽ വേറെ സാധനം കൂടി വരുന്നുണ്ട്, ഒരു കമ്പി. നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലേ, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള സാധനം ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. ബട്ട് നല്ല വേദനയാണ്. പിന്നെ ആവിയൊക്കെ പിടിച്ച് സ്റ്റീം ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ മേ ബി കിട്ടാം. എനിക്കിതുവരെ ചെയ്തിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, നല്ല വേദനയും കൊണ്ട് ഞാനതിലേക്ക് പോകാറില്ല. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ, പ്ലമ്മിൻ്റെ. ഇത് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും ഉണ്ട് ഇതിൽ. ഞാൻ എല്ലാം പെറക്കിക്കൊണ്ട് വന്നപ്പോൾ എടുത്തോണ്ട് വന്നതാണല്ലോ. പിന്നെ ഐലൈനർ പ്ലമ്മിൻ്റെ, ക്യൂട്ടിപ്പൈ. പിന്നെ മുന്നേ ഞാൻ നൈറ്റ് ക്രീം ഫോജിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഏതിൻ്റെ ഡാംഡോക്കിൻ്റെ, സോറി. അപ്പോൾ സെയിം ഡാംഡോക്കിൻ്റെ ഇത് കുഞ്ഞിതാട്ടോ, അതൊരു നീല കളറായിരുന്നു. അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് മേനായിട്ട് എടുത്ത് തേക്കാറുണ്ട് രാത്രി വർക്കിന് പോകുമ്പോൾ. ഇത്രയുള്ളൂ ഗൈസ്. ഒരു ലിപ്സ്റ്റിക്കിനെ കാണിച്ചതാട്ടാ. ഇത് 2 ലിപ് ലൈനർ, സ്റ്റുഡിയോ ലിപ് ലൈനറാണ്. സ്റ്റുഡിയോ ലിപ് ലൈനറൊക്കെ പിന്നെ ഐഷാഡോ പാലറ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ ഫേവററ്റ് ഐഷാഡോ പാലറ്റ് ആയിരുന്നു. പൊട്ടി പാളീസായി എന്ന് പറയാം. 2-3 വട്ടം താഴെ വീണിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു നല്ല ഐഷാഡോ പാലറ്റ് ആണല്ലോ, നല്ല കളേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണ്ണീറാവാൻ വേണ്ടി. എൻ്റെ ഇത് വാലുവിൻ്റെ കേട്ടോ, സിഡ്നിൻ്റെ കോമ്പാക്റ്റ്. യൂസ് ചെയ്യാറൊന്നുമില്ല, ഞാൻ ആ പെട്ടി തപ്പിയപ്പോൾ എടുത്തോണ്ട് വന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. സിറം യൂസ് ചെയ്യും, ഫേസ് വാഷ് ഇടയ്ക്ക്, പിന്നെ കൈ ഇതിനൊക്കെ തോന്നും. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിച്ചത്. ലിപ്സ്റ്റിക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഭയങ്കര റേറ്റുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ ഏതാ, മറ്റേ ലിപ്സ്റ്റിക് ഏതാ, മെബിലൈന് അങ്ങനത്തെ റേറ്റ് കൂടിയതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ കാണിച്ചത് എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ട ലിപ്സ്റ്റിക്കാണ് ഇത്. ഡാസ്ലറിൻ്റെ ഒരു പിങ്ക് ആർട്ട് DLC007. ഇത് ആരോ ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാ ലിപ്സ്റ്റിക്കാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ ഒരു ഫേവററ്റ് ലിപ്സ്റ്റിക്കാണ് പിങ്ക്. ഇതൊരു ZMൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഉള്ളിലേക്കാക്കിയിരുന്നു, പുറത്തേക്ക് തീർന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് ഉപയോഗിക്കുന്നത് കൂടണ പോലെയാണ് ഞാൻ ഉപയോഗിച്ചോളുന്നത്. തീർന്നത് ഞാൻ ഇപ്പോഴും കാണണം കേട്ടോ. അതിൻ്റെ ലിപ്സ്റ്റിക് കാണിച്ചില്ലേ. പിന്നെ ഇതൊരു സ്റ്റുഡിയോല ഒരു യൂണ്. പിന്നെ നല്ല ലിപ്സ്റ്റിക്കുകളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇത് ഡാസ്ലറിൻ്റെ ഒരു നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. പിന്നെ ഇത് ഡാസ്ലറിൻ്റെ ഒരു മുന്തിരി കളർ പോലത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ ഇതൊരു സ്റ്റുഡിയോല ഒരു പിങ്ക്, ഇതൊരു നല്ലൊരു പിങ്കാണ്. പിന്നെ ZMൻ്റെ ഒരു പീച്ച് ഷെയ്ഡാണ്, അത് നല്ലതാണ്. പിന്നെ ലിപ് ബാം ഉണ്ട് മെബിലൈൻ്റെ ഒരു, ഇത് നല്ലതാണ്. പിന്നെ ലിപ് ഗ്ലോസ് ഉണ്ട്, അതൊന്നും ഇടാറില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ പോണ സമയത്ത് എൻ്റെ അഹങ്കാരം എന്ന് പറയും. ഇതിങ്ങനെ കൊറിയക്കാർ ഇടുമ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുമല്ലേ, അത് ഉദ്ദേശിച്ചൊക്കെ വാങ്ങിച്ചതാണ് കൊറിയൻ പോയിട്ട് എന്ത്. പിന്നെ എൻ്റെ ഫ്ലോപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ ഞാൻ എനിക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ എനിക്ക് ഫ്ലോപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്കുകളായിരിക്കാം. യൂസ് ചെയ്തിട്ട് എടുക്കണം സ്റ്റുഡിയോയിലൊക്കെ പോയിക്കാൻ. പക്ഷേ അവിടെ ചിലപ്പോൾ കളറാണ് നമ്മൾ എടുക്കും. ഇത് കുഴപ്പമില്ല സ്റ്റുഡിയോയിൽ ഈ ലിപ്സ്റ്റിക്ക്, പക്ഷേ ഇല്ലേ ഇത് എന്താ വേഗം പോകും.
ഇത് നല്ലൊരു ഷെയ്ഡാണ്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നത്. ഇത് NYBൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഗിഫ്റ്റ് മീൻസ് നമ്മൾ ഈ സ്മിത്ത് ആൻഡ് പർപ്പിളിൽ നിന്നൊക്കെ ഒരുവിധം കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണത്. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഈ പെയിൻ്റ് അടിച്ച് കാണിക്കുന്നതായിരിക്കും ലിപ്സ്റ്റിക്ക്. ജെനുവിൻ ആൻസേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യണം. പിന്നെ എൻ്റെ ഫ്ലോപ്പായിട്ടുള്ള ഐറ്റംസാണ് ഇത്. റെഡ് കുഴപ്പമില്ല, റെഡ് പോലെ ഇരിക്കും. പിന്നെ എൻ്റെ ഡാസ്ലറിൻ്റെ റെഡ് ഉണ്ടായിരുന്നു, അത് വീട്ടിൽ ഞാൻ എൻ്റെ ഉള്ള സെയിം കളേഴ്സ് ഉള്ള പോലത്തെ ഞാൻ എന്താക്കും അനിയത്തിമാർക്ക് കൊടുക്കും, അവളുടെ യൂസ് ചെയ്തോട്ടെ മേടിച്ചിട്ട്. പിന്നെ എൻ്റെ ഫ്ലോപ്പായിട്ടുള്ള സാധനമാണ് ഇത്. അട്ടർ ഫ്ലോപ്പാണ്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഫ്ലോപ്പാണ്. കാണുമ്പോൾ നല്ല പിങ്ക്, ബേബി പിങ്ക് പോലെ ഉണ്ടാവും, പക്ഷെ ഇട്ട് കഴിയുമ്പോൾ ഒരു വക കൊല്ലും. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നല്ല പോലെ ഇരുന്നു തുടർന്നോടത്ത് മൊത്തമാവും ലിപ്സ്റ്റിക്ക്. ഇത് ക്രയോൺ കണക്കിന് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇത് കൊടിഞ്ഞ ആകെ ഫ്ലോപ്പാണ്. ഇത് ഷെയ്ഡ് നല്ലതാണ്, പക്ഷേ വേഗം മാങ്ങി പോവും, അവിടെ ഇവിടെയൊക്കെ ആവും. ഇതാണ് ഗൈസ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇതാണ് എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്റ്റ്.